സീസൺ 8 കണ്ടസ്റ്റൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളവിടെ വരുമ്പോൾ പല പ്ലാനും ഇട്ടിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരു 5 കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഹൗസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ. അതിൽ 5ാമത്തെ കാര്യം നുണ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ. ഇവ രണ്ടും ചെയ്യാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. നിങ്ങളവിടെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഈ ഹൗസിനുള്ളിലുള്ളവർ ഒഴിച്ച് ബാക്കി ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യൂവേഴ്സ് ആണ് നിങ്ങളുടെ ജഡ്ജസ്. അവരാണ് നിങ്ങളവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു തവണ ജനങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റ് നിങ്ങൾ കയറിയാൽ പിന്നെ അവിടെ പിടിച്ച് നിൽക്കാൻ പാടായിരിക്കും. ഇനി 4ാമത്തെ കാര്യം, നിങ്ങളൊരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഹൗസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെ മുമ്പും പല സീസണിലും പല ആൾക്കാരും ക്യാരക്ടർ പിടിച്ച് പോയിട്ടുണ്ട്. 100 ദിവസം 100% ആ ക്യാരക്ടറിനുള്ളിൽ നിൽക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ഹൗസിനുള്ളിലേക്ക് നിങ്ങൾ പോകാവൂ. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. 3ാമത്തെ പോയിന്റ്, എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കൊടുക്കണം. കണ്ടന്റ് നിങ്ങളെ തിരക്കി വരില്ല, നിങ്ങൾ തന്നെ അതിനുള്ള എഫേർട്ട് ഇട്ട് കണ്ടന്റ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ PR കൊടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ആ PRന് കൊടുക്കാനുള്ള കണ്ടന്റെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം എന്ന് കരുതി ക്യാമറയുടെ മുന്നിൽ പോയി ഡെയിലി അടി ഉണ്ടാക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി 2ാമത്തെ കാര്യം, നിങ്ങൾ അവിടെ വന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് എന്നല്ല എന്ത് തരം റിലേഷൻ നിങ്ങൾ അവിടെ ഉണ്ടാക്കുവാണെങ്കിലും അത് 100% കൊടുക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിന് നിൽക്കാവുള്ളൂ. അല്ലാതെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞ്, പിന്നെ സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ നിസ്സാര പിണക്കം വരുമ്പോൾ അത് നാലാളുടെ മുന്നിൽ വിളിച്ചു പറയുക, ഇതിനൊന്നും നിൽക്കരുത്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കരുത്. ഇനി 1ാമത്തെ കാര്യം, നിങ്ങൾ അവിടെ ഒരാളെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ പെടരുത്. പല സീസണിലും പല ആളുകൾ പല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒറ്റപ്പെടൽ. അതിലവർ ഏറെക്കുറെയൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ജപ്പാനിലുള്ള പഞ്ച് എന്നൊരു മങ്കി വൈറലായിട്ടുണ്ടായിരുന്നു. വൈറലായതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മങ്കീസ് ഒക്കെ അതിനെ ഒറ്റപ്പെടുത്തുകയാണ്, കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാം ആ പഞ്ചിന്റെ കൂടെ നിന്നത്. ഒരാളെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ ശ്രമിക്കുമ്പോൾ ആ ഒറ്റയാൻ്റെ കൂടെ ആളുകൾ നിൽക്കത്തുള്ളൂ. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അങ്ങനെ അവിടെ സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കല്ല ആ കോർണറിങ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ബി ലൈക്ക് ഷാനവാസിനെ പോലെ. കാരണം കഴിഞ്ഞ സീസണിൽ അനീഷ് പലപ്പോഴും ഒറ്റയാനായി ഒറ്റപ്പെട്ട് നടന്നപ്പോൾ ഷാനവാസ് അനീഷിനെ ഒറ്റപ്പെടാൻ സമ്മതിച്ചതേയില്ല. എപ്പോഴും പോയി ഇന്ന് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയി വർത്താനം പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടുള്ളതൊക്കെ നിങ്ങളുടെ കഴിവാണ്. സീസൺ 8 എങ്ങനെയാവുമെന്ന് നമുക്ക് ഒരു പിടിയില്ല. ചിലപ്പോൾ അത് 8ന്റെ പണിയാണോ 16ന്റെ പണിയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്താണേലും ഇതൊക്കെ ഒന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ഹൗസിലേക്ക് കയറാൻ.